Guys, literally Daimon coordinate alakkaanu. So at this point, Daimon is the strongest character of Naruto universe. Hey yo, what is up YouTube? It's your boy VK here and welcome to episode 4 of Boruto season 2. So last episode ending le nammada Amado code inde limiters ella remove chedu and code was literally going to kill Amado. And ivide nammada pudhiya chapter start avana chapter 71 and ee chapter inde title aanu hindrance and cover page ilana nammada no limiter code എന്ത് ലുക്കാടാ ഇത്. വൈറ്റ് മുടി, ക്ലോക്ക് ഫുൾ പർപ്പിൾ ഷെയ്ഡ് ആയിട്ട്. ഓ മൈ ഗോഡ് ബ്രോ, ഇത് കോഡാണെന്ന് തോന്നട്ടാ. ദിസ് ഇസ് സോ ബാഡ് ആസ് ഗൈസ്. നോക്ക് അവന്റെ റെഡ് ഐസ്, വൈറ്റ് മുടി, എന്റെ പൊന്നോ. ഇതാണ് ഒരു വില്ലന്റെ ലുക്ക് ഉള്ളത്. ഫസ്റ്റത്തെ കോഡ് എന്തായിരുന്നു? ഒരു ഓറഞ്ച് മുടിയൊക്കെ ആയിട്ട്. ദിസ് ഇസ് പ്യുവർ വില്ലൻ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ചാപ്റ്റർ. ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മുടെ കോഡ് അമാഡോനെ കില്ല് ചെയ്യാൻ പോവാണ്. പക്ഷെ അമാഡോ എയ്ഡനോട് പറയാണ് എനിക്ക് കവാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് കവാക്കിയുടെ പേര് കേട്ടതും എയ്ഡ കോഡിന്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. ആൻഡ് അമാഡോട് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാൻ തുടങ്ങി. അമാഡോ പറയാണ് കവാക്കി ഇസ് ദ ഏസ് അപ്പ് മൈ സ്ലീവ്. പക്ഷെ കോഡ് ആ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ആൻഡ് കോഡ് എയ്ഡനോട് പറയാണ് അമാഡോ പറയുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട, അവൻ ജസ്റ്റ് അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കി പറയാണെന്ന്. പക്ഷെ എയ്ഡ കോഡിനോട് പറയാണ് ഞാനിപ്പോ അമാഡോന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് എന്നെ ഇന്ററപ്റ്റ് ചെയ്യരുതെന്ന്. പക്ഷെ കോഡ് ഐഡ പറയുന്ന കേൾക്കാതെ നേരെ അമാഡോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ നമ്മുടെ ഐഡ ഡൈമോണിനെ വിളിക്കുകയാണ്. സോ ഡൈമോൺ പെട്ടെന്ന് വന്ന് കോഡിനെ പിടിച്ചു വെക്കുകയാണ്. ആൻഡ് കോഡിന്റെ അറ്റാക്ക് അവന്റെ മുകളിൽ തന്നെ തിരിച്ചു വരികയാണ്. കാരണം കോഡ് ഒരു കില്ലിംഗ് ഇന്റന്റ് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്. ആൻഡ് ഡൈമോണിന്റെ അബിലിറ്റി കാരണം കോഡിന്റെ അറ്റാക്ക് അവന് തന്നെ തിരിച്ചു കിട്ടുകയാണ്. ആൻഡ് ഇത് കണ്ടിട്ട് ഐഡ കോഡിനോട് ചോദിക്കുകയാണ് നീ ഇപ്പൊ എന്റെ അനിയനെ കൊല്ലാനായിട്ടുള്ള ഉദ്ദേശം വെച്ച് അറ്റാക്ക് ചെയ്തോ. ആൻഡ് ഐഡ പറയാണ് ഞാൻ നിനക്ക് ഇതിനു മുമ്പ് ഒരു വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് നീ ഇതേപോലെ ഞങ്ങൾക്ക് ഒരു തടസ്സമാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ ഡിസ്പോസ് ചെയ്യേണ്ടി വരും. അമാഡോ കോഡിന്റെ അടുത്ത് പറയാണ് നിനക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ, ഐഡയ്ക്ക് ലീഫ് വില്ലേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു ആൻഡ് അവൾക്ക് ഇനി നിന്നെ ആവശ്യമില്ല. ആൻഡ് ഇത് കേട്ട് ദേഷ്യപ്പെട്ട് കോഡ് വീണ്ടും അമാഡോനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ വീണ്ടും നമ്മുടെ ഡയമണ്ട് വന്ന് ബ്ലോക്ക് ചെയ്യാണ്. ആൻഡ് കോഡ് ഇപ്രാവശ്യം തെറിച്ചു പോയി വീഴാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെ കൊണ്ട് നമ്മുടെ കോഡ് വേഴ്സസ് ഡയമണ്ട് ബാറ്റിൽ തുടങ്ങാൻ പോവാണ് ഗൈസ്. ഐ ആം വെരി എക്സൈറ്റഡ് ഈ ബാറ്റിൽ എന്താവാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ സീൻ അപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ആവാണ് നറൂട്ടോ, സാസ്കെ, ബൊറൂട്ടോ ആൻഡ് ഷിക്കമാറുവിലേക്ക്. ഇവര് നാലുപേരും ഇപ്പൊ ഹൊക്കാഗെസ് ഓഫീസിലാണ്. ആൻഡ് ഷിക്കമാറു ഇവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ് എന്തൊക്കെയാ സംഭവിച്ചത്, എയ്ഡയുടെ എന്തൊക്കെ പവേഴ്സ് ആണ് ആൻഡ് എങ്ങനെയാ വർക്ക് ആവുന്നതൊക്കെ. ആൻഡ് ഷിക്കമാറു ഓൾസോ പറയാണ് എനിക്ക് തോന്നുന്നു കോഡിന്റെ കൂടെ എയ്ഡ മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട്. കാരണം കവാക്കിന്റെ കൂടെയുള്ള ഫൈറ്റിന്റെ ഒപ്പം കോഡ് ഡൈമോണ്ടിനെയാണ് അവന്റെ ക്ലോ മാർക്കിൽ നിന്ന് പുറത്തെടുത്തത് ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ ഷിക്കമാറു ആ കാര്യം ഇവിടെ സാസ്കെ ആൻഡ് നറൂട്ടോനോട് പറയുകയാണ്. ആൻഡ് നമ്മുടെ സീൻ തിരിച്ച് ഷിഫ്റ്റ് ആവാണ് ടു ഡൈമോണ്ട് ആൻഡ് കോഡ്. ആൻഡ് ഇവിടെ ഒരു ബാറ്റിൽ സ്റ്റാർട്ട് ആവാൻ പോണ് ഗൈസ്. കാരണം എയ്ഡ കോഡിന്റെ അടുത്ത് പറയാണ് ഞാൻ നിന്നോട് ഗ്രേറ്റ്ഫുൾ ആണ് കാരണം നീ എന്നെ ഫ്രീ ചെയ്തു, പക്ഷെ എനിക്ക് ഇനി നിന്നെ ആവശ്യമില്ല എന്ന്. കാരണം എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡൈമോണ്ട് ഉണ്ട് ആൻഡ് എനിക്ക് നിന്റെ പ്രൊട്ടക്ഷന്റെ തീരെ ആവശ്യമില്ല. സോ ഇത് കേട്ടത് കോഡ് പറയാണ് നിനക്ക് ഒരു പ്രൊട്ടക്ടറിന്റെ ആവശ്യമുള്ളെങ്കിൽ അത് ഞാനായിരിക്കും. ആൻഡ് കോഡ് ഡൈമോണ്ട് 1v1 ചെയ്യാൻ പോണ് ഗൈസ്. ലെറ്റ്സ് ഗോ. നമുക്ക് ഫൈനലി ഡൈമോണ്ട് ഇൻ ആക്ഷൻ കാണാൻ പറ്റും. ആൻഡ് ഇത് കേട്ടത് നമ്മുടെ ഡൈമോണ്ട് ഫുൾ എക്സൈറ്റഡ് ആവാണ്. കാരണം ഡൈമോണ്ട് എപ്പോ വേണമെങ്കിലും ബാറ്റിൽ ചെയ്യാനായിട്ട് റെഡിയാണ്. ആൻഡ് ഹി ഈസ് ഫുള്ളി പംപ്ഡ് അപ്പ് ഗൈസ്. ആൻഡ് സൈഡിൽ നിന്ന് നമ്മുടെ ബഗ് കോഡിനോട് വിളിച്ച് പറയാണ് ഡൈമോണ്ടിന്റെ കൈകൾ സൂക്ഷിക്കണം എന്ന്. കാരണം അവൻ ആരെങ്കിലും കൈവച്ച് തൊട്ടാൽ മാത്രമേ അവരുടെ അറ്റാക്ക് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇത് കേട്ടത് നമ്മുടെ എയ്ഡയ്ക്ക് ബഗിനോട് ദേഷ്യം വരികയാണ്. കാരണം അവളുടെ അനിയന്റെ സീക്രട്സ് ബഗ് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഓൾസോ ബഗ് ഇവിടെ മെൻഷൻ ചെയ്യാണ് ഡൈമോണ്ടിന്റെ അബിലിറ്റി കുറച്ച് പ്രശ്നം ഉണ്ടാക്കും, പക്ഷെ നമ്മുടെ കോഡിന്റെ ലിമിറ്റേഴ്സ് മാറിയത് കാരണം അവനിപ്പോ ജീഗനെ കാട്ടി സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നറൂട്ടോ സാസ്കെ ഒരുമിച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാ ജീഗനോട് ബാറ്റിൽ ചെയ്തതെന്ന്. നറൂട്ടോ അവന്റെ ഫുൾ കുറാമ മോഡിലും സാസ്കെ അവന്റെ ഫുൾ സൂസനോ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് ജീഗന്റെ അഗൈൻസ്റ്റ് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ബഗ് ഇവിടെ പറയാണ് ബെസ്റ്റ് കേസ് സിനോറിയോയില് കോഡും ഡയമോണ്ടും തമ്മിൽ തല്ലി രണ്ടുപേരും ചാവാൻ പോവാണെന്ന്. സോ ബഗ് കൊടുത്ത ഇന്റർവ്യൂ അനുസരിച്ച് നമ്മുടെ കോഡ് ഡയമോണ്ടിനെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മുടെ ഡയമോണ്ട് അറ്റാക്കിനെ ഫ്ലാഷ് പോലെ ഡോട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് ബൂം ഗൈസ്, ലിറ്ററലി ഡയമോണ്ട് കോഡിനിട്ട് അലക്കാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഡയമോണ്ട് ഇസ് ദി സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഓഫ് നറൂട്ടോ യൂണിവേഴ്സ്. ഡയമോണ്ട് ആ പഞ്ച് കൊണ്ടിട്ട് നമ്മുടെ കോഡ് ലിറ്ററലി മണ്ണിന്റെ ഉള്ളിൽ പോയി ഗൈസ്. സോ നമുക്ക് ഇവിടെ ഡയമോണ്ട് ട്രൂ പവർ കാണാൻ പറ്റുകയാണ് ഗൈസ്. ഇമാജിൻ
കോഡ് അവന്റെ ലിമിറ്റേഴ്സ് മാറിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ജീഗന്റെ കാട്ടി പവർഫുൾ. ആൻഡ് ഡയമണ്ട് അവൻ ഇട്ട് അലക്കുകയാണ്, ലിറ്ററലി ലൈക് തുണി അലക്കണ പോലെ നമ്മുടെ കോഡിനിട്ട് അലക്കുകയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റുക? ഡയമണ്ട് പവേഴ്സ് ഇവിടെ പീക്കാണ് ഗൈസ്, ലിറ്ററൽ പീക്ക്. പക്ഷെ കോഡ് അവിടുന്ന് എണീക്കുകയാണ് ആൻഡ് വീണ്ടും നമ്മുടെ ഡയമണ്ട് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പക്ഷേ നമ്മുടെ ഡയമണ്ട് 180 ഡിഗ്രി തിരിച്ചിട്ട് കോഡിന്റെ മുഖത്തേക്ക് ഒരു കിക്ക് കൊടുക്കാണ്. ഭയം ഗൈസ്, ദിസ് ഫൈറ്റ് ഈസ് ക്രേസി. ഈ ഫൈറ്റ് എനിക്ക് ആനിമേറ്റഡ് ആയിട്ട് കാണണം ബ്രോ. എപ്പോഴാണ് ബൊറൂട്ടോയുടെ സെക്കൻഡ് സീസൺ ആനിമേറ്റഡ് ആയിട്ട് വരുന്നത്? ഓ മൈ ഗോഡ്. ആൻഡ് ഡയമണ്ട് കോഡിന്റെ അടുത്ത് പറയാണ്, നീ ഇപ്പൊ ജീഗനെ കാട്ടി എന്തായാലും സ്ട്രോങ് ആയിട്ടുണ്ട്. സോ നൈദർ ഹൊക്കാഗെ നോർ ഉച്ചിഹ ഷുഡ് ബി ട്രബിൾ. അതായത് കോഡിന്റെ അടുത്ത് ഡയമണ്ട് പറയാണ് അവനിപ്പോ സാസ്കേനെ കാട്ടി നറൂട്ടോനെ കാട്ടി സ്ട്രോങ് ആണെന്ന്. ആൻഡ് ഡയമണ്ട് പറയാണ്, ബട്ട് ദാറ്റ്സ് ഓൾ. ഹൂ സെക്കൻഡ് ഓർ തേർഡ് ഡസ് ഇറ്റ് മാറ്റർ ടു നമ്പർ 1? ഓ മൈ ഗോഡ് ബ്രോ, ഡയമണ്ട് ചാഡ്, നമ്മുടെ ഡയമണ്ട് സിഗ്മ മൂവ്മെന്റ്. എന്റെ പൊന്നോ, ഡയമണ്ട് പറയാണ് നീ എത്ര സ്ട്രോങ് ആയാലും കാര്യമില്ല, സെക്കൻഡ് ആരാ തേർഡ് ആരാ അതൊന്നും എനിക്കൊരു വിഷയമില്ല, ഞാൻ എപ്പോഴും നമ്പർ 1 ആയിരിക്കുന്നത്. ഓ മൈ ഗോഡ് ബ്രോ, ഡയമണ്ട് ഇവിടെ ഓറാഫാവയാണ് ലിറ്ററലി. സോ ഇത്രയൊക്കെ നാണയം കെട്ട സ്ഥിതിക്ക് നമ്മുടെ കോഡ് ബഗ്ഗിനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് അവൻ പറയാണ് അവനൊരു മിഷൻ ഉണ്ട്. അതായത് ഇവിടെ ഒരു 10 ടൈൽസ് ഗ്രോ ചെയ്തിട്ട് ആ ചാക്ര ഫ്രൂട്ട് കഴിച്ചിട്ട് അവനൊരു പ്യുവർ ഒത്സുസുക്കി ആവണം എന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡയമണ്ട് വീണ്ടും കോഡിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകും. പക്ഷെ അവൻ അവന്റെ ക്ലോ മാർക്ക് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഓക്കെ, സോ ഫൈനലി നമ്മുടെ എയ്ഡയ്ക്ക് അമാഡോനോട് മര്യാദയ്ക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുകയാണ്. ആൻഡ് എയ്ഡ പറയാണ്, നീ നേരത്തെ കവാക്കിനെ പറ്റി എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ അത് പറയാനായിട്ട്. ആൻഡ് എനിക്ക് നീ അത് ഉണ്ടാക്കി പറയാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിന്നെ എലിമിനേറ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ ഡയമണ്ട് ഈ സമയത്ത് ചാടിക്കയറി അമാഡോയുടെ കഴുത്തിന് തലയിൽ ഇരിക്കുകയാണ്. ബ്രോ, ഡയമണ്ട് ഈസ് സോ ക്യൂട്ട് അറ്റ് സം പോയിന്റ് ആൻഡ് ചില സമയത്ത് ഹി ഈസ് സോ ബാഡ് ആസ് മാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡയമണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ. അമാഡോ പറയാണ് കവാക്കിയാണ് ഇപ്പോ ലീഫ് വില്ലേജിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ. ആൻഡ് അവനെ ഹൊക്കാഗയ്ക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആകെ മനുഷ്യൻ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഞാനാണെന്ന്. കാരണം അമാഡോ കവാക്കിന്റെ ഉള്ളിൽ കാർമ മാത്രമല്ല, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഒരു എമർജൻസി ഷട്ട് ഡൗൺ കമാൻഡും കൂടെ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കവാക്കിയുടെ ഇപ്പൊ ലിറ്ററലി ഒരു ഓച്ചുസുക്കി, അതായത് ഈഷിഷിക്കിയുടെ എല്ലാ പവേഴ്സും ഉണ്ട്. ആൻഡ് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആകെ ആള് അമാഡോ ആണ്. സോ ഇവർക്ക് എന്തായാലും അമാഡോനെ ജീവനോടെ വെച്ചേ പറ്റുള്ളൂ. പക്ഷെ എയ്ഡ അമാഡോ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇപ്പോഴും എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന്. സോ അമാഡോ പറയാണ് അതൊരു വലിയ കഥയാണ് ആൻഡ് എനിക്ക് ഇതേ കഥ കൊനോഹാലുള്ള ആൾക്കാരോടും പറയണമെന്നും. സോ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി സംസാരിക്കാം. ആൻഡ് എയ്ഡയ്ക്ക് അമാഡോ എന്താ പറഞ്ഞതെന്ന് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല. സോ അമാഡോ എയ്ഡന്റെ അടുത്ത് പറയാണ്, നീ ഷിക്കമാരുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യണം ആൻഡ് കൊനോഹ ജോയിൻ ചെയ്യണം. കാരണം എന്നാലും നിനക്ക് കവാക്കിന്റെ ഒപ്പം ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡെയ്മണ്ട് ചോദിക്കുകയാണ്, അപ്പൊ നമ്മൾ കൊനോഹയിലേക്ക് മൂവ് ചെയ്യണോ എന്ന്. ആൻഡ് അടുത്ത പാനലിൽ നമുക്ക് നമ്മുടെ ഹൊക്കാഗെന്റെ സ്റ്റോൺ ഫേസസ് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കോഡിനെയും ബഗ്ഗിനെയും കാണാൻ പറ്റും. ആൻഡ് കോഡ് പറയാണ് ഇത് എല്ലാത്തിനും കാരണം ആ ഒറ്റൊരുത്തൻ കവാക്കിയാണെന്ന്. ഞാൻ അവന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിക്കും, ഇൻക്ലൂഡിംഗ് ദി ഹൊക്കാഗെ, ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ദി എൻറ്റയർ ലീഫ് വില്ലേജ്. ആൻഡ് ഇവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ 71 എൻഡ് ആവാണ് ഗൈസ്. സോ ഇതിന് ശേഷം എന്താ നടക്കുന്നത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാൻ പറ്റും. എയ്ഡ ആൻഡ് ഡയമണ്ട് ലീഫ് വില്ലേജിൽ എങ്ങനെയാ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അവര് ലീഫ് വില്ലേജ് ലിറ്ററലി അവരെ അക്സെപ്റ്റ് ചെയ്യോ, അതേ നമുക്ക് വീണ്ടും ഒരു ഫൈറ്റ് കാണാൻ പറ്റുമോ, എന്താ നടക്കുക നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇതേപോലത്തെ ആനിമെ കണ്ടന്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.